എന്റെ ആദ്യത്തെ 2 വീഡിയോസും ഭയങ്കര വൈറലായ സ്ഥിതിക്ക് അടുത്ത കണ്ടന്റ് എന്ത് ചെയ്യുമെന്ന് ഇന്റർനെറ്റ് മൊത്തം തപ്പുമായിരുന്നു. അവസാനം വന്ന് എത്തിപ്പെട്ടതോ എന്റെ സ്വന്തം കമന്റ് ബോക്സ്. അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു, ബ്രോ അടുത്ത കണ്ടന്റ് ഇങ്ങനെ ചെയ്യാമോ, കഴിക്കുമ്പോൾ കാലാട്ടരുത്, രാത്രി നഖം വെട്ടരുത്, ഇങ്ങനത്തെ വിശ്വാസങ്ങളെ കുറിച്ച്. എന്റെ 2 വീഡിയോ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇത്ര ഫാൻസ് ആയത് ഭയങ്കര ഒരു എന്തൊക്കെയോ തോന്നി. അപ്പോഴാണ് ഞാൻ ആ പേര് ശ്രദ്ധിച്ചത്, ദി മല്ലു ഫോറിനർ. ഇതെന്റെ ചേട്ടന്റെ ഫേക്ക് അക്കൗണ്ടാണ്. പക്ഷെ ആ കണ്ടന്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനെ കുറിച്ചാണ് ഈ വീഡിയോ. പ്രിയ പെട്ടവരെ, രാത്രിയിൽ നഖം വെട്ടരുത്, ദാരിദ്ര്യമുണ്ടാവും. സത്യത്തിൽ ഇപ്പോഴല്ലേ ഈ ലൈറ്റ് ഒക്കെ വന്നത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ മണ്ണെണ്ണ വിളക്കാനുണ്ട്. ആ കാലത്തൊക്കെ രാത്രി നഖം വെട്ടിയാൽ വിരല് മുറിയും. പിന്നെ കാലാട്ടുമ്പോ ആ വിളക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലത്തെ സാധനങ്ങൾ തട്ടിയിടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് രാത്രികളിൽ കാലാട്ടരുതെന്ന് പറയുന്നത്. അല്ലാതെ ലക്ഷ്മി ദേവിക്ക് നമ്മളോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. അടുത്തത്, സബ്സ്ക്രൈബ് ചെയ്യാതെ യൂട്യൂബിൽ വീഡിയോ കണ്ടാൽ വയറിളക്കം വരും. ഇത് ഉള്ളതാണ് സത്യം. ഞാൻ വയറിളക്കിയിട്ട് 3 ദിവസമാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി കാണും. അടുത്തത്, പൂച്ച മറികടന്നാൽ ദോഷം. ഇത് എല്ലായിടത്തും നോർമലായിട്ട് പറയുന്നതാണ്. ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ പൂച്ച മറികടക്കുകയാണെങ്കിൽ നിന്നിട്ട് 3 പ്രാവശ്യം തുപ്പണം. ഇതൊക്കെ പൂച്ച അറിയുന്നുണ്ടോ? അത് വല്ല ചിക്കന്റെ എല്ലോ മീനിന്റെ മുള്ളോ തപ്പി പോകുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ അപവാദമാണ് പടച്ചുവിടുന്നത്. അത് മാത്രമല്ല, ഇതിന് ചരിത്രമായിട്ടും കണക്ഷൻ ഉണ്ട്. പണ്ട് യൂറോപ്പിൽ കറുത്ത പൂച്ചനെ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യാനാണ് യൂസ് ചെയ്തത്. പിന്നെ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നപ്പോ ആ കഥയും അവരെ കൂടെ തന്നെ ഇങ്ങോട്ടോ. കാക്ക വീടിന്റെ മുറ്റത്തിരുന്ന് കരഞ്ഞാൽ അന്ന് വിരുന്നുകാർ വരും. സാധാരണ വിരുന്നുകാർ വരുമ്പോ നമ്മൾ നല്ല നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിന്റെ മണം അടിച്ചിട്ടാണ് കാക്ക വരുന്നത്. കുട്ടികളെ പുകഴ്ത്തിയാൽ കണ്ണീർ വരും. മറ്റുള്ളവരുടെ അസൂയ കലർന്ന നോട്ടം കുഞ്ഞിനെ ബാധിക്കാതിരിക്കാനാണ് ഒരു കറുത്ത കുത്തിടുന്നത്. പക്ഷെ എനിക്ക് ഈ കറുത്ത കുത്തിട്ട കുട്ടികളെ കാണുമ്പോൾ കുറച്ച് ഭംഗി കൂടിയതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ കുത്തിടുന്നത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നും പറഞ്ഞ് മുഖം മൊത്തം കുത്തിട്ട് QR കോഡ് പോലെ ആക്കായിരുന്നു. അത് ഗർഭിണികൾ പപ്പായ കഴിക്കും. ഇത് നമുക്ക് മൊത്തത്തിൽ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. പഴുക്കാത്ത പപ്പായയിൽ ലാറ്റക്സ്, പപ്പൈൻ എന്ന 2 സബ്സ്റ്റൻസ്. ഇത് അവർക്ക് ഡേഞ്ചറാണ്. പക്ഷെ ഈ പപ്പായ പഴുത്തു കഴിഞ്ഞാൽ ഈ സബ്സ്റ്റൻസ് ഒക്കെ ഓൾമോസ്റ്റ് 0 ആയിട്ടുണ്ടാവും. അപ്പോൾ പഴുത്ത പപ്പായ സേഫ് ആണ്. എന്നാലും പപ്പായ ഗർഭിണികൾ ഒഴിവാക്കാം, പച്ചയായാലും പഴുത്തതായാലും. രാത്രിയിൽ സ്ത്രീകൾ മുടി അഴിച്ചിടരുത്. നമ്മളിത് ആദ്യം പറഞ്ഞ മണ്ണെണ്ണ വിളക്കുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. വിളക്കിന്റെ അടുത്തൂടെ നടക്കുമ്പോൾ അഴിച്ചിട്ട മുടിയിൽ തീ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല, രാത്രി ഫുഡ് കുക്ക് ചെയ്യുമ്പോഴോ ഫുഡ് കഴിക്കുമ്പോഴോ മുടി വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതാണ് മെയിൻ, നമ്മുടെ പണ്ടത്തെ കഥകളിലൊക്കെ യക്ഷികൾക്ക് അഴിച്ചിട്ട മുടിയും വെള്ള സാരിയാണല്ലോ കോസ്റ്റ്യൂം. അപ്പോ ഈ സ്ത്രീകളെ യക്ഷിയെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് പണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ അന്ധവിശ്വാസങ്ങൾക്ക് ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു അങ്ങനെ ഒന്നുമില്ല. ജാതി മതമന്യേ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്ന പൊട്ടത്തരമാണ് ഇതൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.